ചൂടല്ലാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരികയാണ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്ന് ഇടുക്കി, വയനാട് ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അതായത് ഇന്നലത്തേതിന് സമാനമായ അവസ്ഥ. നമ്മുടെ മാപ്പ് കാണുമ്പോഴും പറയാം, 2 ഇടത്ത് മാത്രമാണ് ഒരു പച്ച തുരുത്തുള്ളത്. ബാക്കി എല്ലാം യെല്ലോ അലേർട്ടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും പാലക്കാട് കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, അതേപോലെ കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരും. കോട്ടയത്തെ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയർന്നേക്കും കേട്ടോ. ഈ താപനില ഉയരുന്നതിനോടൊപ്പം തന്നെ അന്തരീക്ഷ ഈർപ്പവും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് കാലാവസ്ഥയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് അനാവശ്യമായ പുറത്തിറങ്ങൽ പരമാവധി ഒഴിവാക്കണമെന്നും, നിർജ്ജലീകരണം തടയാൻ കുടിവെള്ളം മതിയായ അളവിൽ കുടിക്കണമെന്നും, നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കാൻ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് മേഘാവൃതമായ അന്തരീക്ഷമായിരിക്കുമെങ്കിലും ചൂടിന് ഒരു കുറവും ഉണ്ടാകില്ല എന്നതുകൂടി എടുത്തു പറയണം. ഇനിയിപ്പോൾ നമുക്ക് നഗരങ്ങളിലെ പ്രധാനപ്പെട്ട കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയാലേ, തിരുവനന്തപുരത്തെ കൂടിയ താപനില നമ്മൾ ഈ കാണുന്ന പോലെ 35 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസും ഉണ്ട്. എറണാകുളത്തെ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസും. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണ്. കണ്ണൂരിൽ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസും, അതേപോലെ കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാലാവസ്ഥ. ഈ മഴയുണ്ടാകും അല്ലെങ്കിൽ മഴ വന്നേക്കാം എന്നൊരു ആശാവഹമായ ഒരു അറിയിപ്പോ ഒന്നും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നില്ല. ചൂട് കൂടുമെന്നും ഇനിയും കൂടുമെന്നും എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത്രയും ദിവസം പറയുന്നത് നിങ്ങൾ കുറേ കരുതലോടുകൂടി മുന്നോട്ട് പോകൂ, നന്നായിട്ട് വെള്ളം കുടിക്കൂ, ഭക്ഷണമൊക്കെ കറക്റ്റ് ആക്കൂ, അതേപോലെ ഈ നല്ല കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ധരിക്കൂ, കൂടുതൽ സമയവും പുറത്തിറങ്ങാതെയൊക്കെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ലതെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി എക്സ്ട്രാ പറയുന്നത്, ആരോഗ്യം നന്നായിട്ട് നോക്കണം കേട്ടോ. കാരണം ഈ മറ്റ് പകർച്ചവ്യാധികൾ പിടികൂടാൻ പറ്റിയ സമയം കൂടിയാണിത്. ഈ കൊടും ചൂട് കാരണം നമ്മുടെ ശരീരത്തിനൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ പല അസുഖങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് രോഗങ്ങളിൽ നിന്നും പോയി പെടാതിരിക്കാൻ സൂക്ഷിക്കുക. ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഒരു പനിക്കോളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കാണുകയോ അതല്ലെങ്കിൽ ഒരു ഡോളോ വാങ്ങി കഴിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടുപോയാൽ ഭയങ്കര പാടാ.